നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. ഞാൻ അക്ഷയ് ഷാജി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന ബ്രിട്ടീഷ് പാർലമെന്ററി നിയമം വിശദമായി കോംപ്രിഹെൻസീവായി തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. പക്ഷേ ഈ നിയമത്തിന്, അതായത് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്ന ഈ നിയമത്തിന് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ഈ പോരായ്മകളെ പറ്റി അറിയാതെ പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ പറ്റി അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു റിവിഷനായി നിങ്ങൾ കണക്കാക്കുക. ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അന്നത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അദ്ദേഹത്തിന് ഒരു ഡെസിഗ്നേഷൻ ചേഞ്ചിലൂടെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറുന്നത്, അല്ലേ? അന്ന് വരെ 3 പ്രസിഡൻസീസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡൻസിയായ ബംഗാളിലെ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റുന്നു. ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കീഴിൽ ഒരു കാര്യനിർവഹണ സമിതി ഉണ്ടായിരുന്നു, അല്ലേ? ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 4 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. അതായത് ഏതൊരു നിയമം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിലും ഈ 4 മെമ്പേഴ്സിൽ മെജോറിറ്റി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി മാത്രമേ അത് സാധ്യമാകുമായിരുന്നുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 3 പേരും വാറൻ ഹേസ്റ്റിങ്സുമായി നിരന്തരമായി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന 3 പേരായിരുന്നു. അതുകൊണ്ട് നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട്, നയപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പിന്നീട് പാസ്സാക്കിയ നിയമത്തിൻ്റെ പേരാണ് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ടിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ നിയമത്തിന് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പേര് നൽകിയിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വി വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ്സ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വില്യം പിറ്റ്സ്, അദ്ദേഹമാണ് ഈ നിയമം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിയമത്തിന് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പേര് നൽകിയിരിക്കുന്നത്. ആൻഡ് ഈ വില്യം പിറ്റ്സ് ആണ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് അറിയപ്പെടുന്നതും. അപ്പോൾ സ്വാഭാവികമായും പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അടുത്ത ചോദ്യം. പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു റെക്ടിഫൈ ദ മിസ്റ്റേക്സ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. അതായത് 1773 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ റെഗുലേറ്റിംഗ് ആക്ടിൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന നിയമം പാസ്സാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ നിയമം, അതായത് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന നിയമം, ഇറ്റ് ഇസ് നോൺ ആസ് ദി ഇംപ്രൊവൈസ്ഡ് വേർഷൻ ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. UPSC ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ദറ്റ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ഇസ് നോൺ ആസ് ദി ഇംപ്രൊവൈസ്ഡ് വേർഷൻ ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ വരുത്തിയ മോഡിഫിക്കേഷൻ ആണ് യഥാർത്ഥത്തിൽ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ ഉണ്ടായിരുന്ന പോരായ്മകളെ മറികടക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ പോരായ്മ എന്താണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് മനസ്സിലായി. പോരായ്മ എന്ന് പറയുന്നത് മെജോറിറ്റി ലഭിക്കുക എന്നത് വളരെ വലിയ പ്രതിസന്ധിയായിരുന്നു എന്നുള്ളതാണല്ലേ. എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധിയായിരുന്നു എന്നുള്ളതാണ് ഒരു പോരായ്മ. ഈ പോരായ്മ എങ്ങനെയാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ മറികടക്കുന്നത്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കീഴിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ 4 പേരടങ്ങുന്ന ഒരു കൗൺസിലായിരുന്നു.
ഈ 4 പേരിൻ്റെ അല്ലെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ സ്ട്രെങ്ത് പിറ്റ്സിൻ്റെ ആക്റ്റിലൂടെ കുറയ്ക്കുകയാണ്. അതായത് 4 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ സ്ട്രെങ്ത് എത്രയായി കുറയ്ക്കുന്നു? 3 പേരായി കുറയ്ക്കുന്നു. അപ്പോൾ ഒരു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഉണ്ട്, പ്ലസ് 3 മറ്റ് മെമ്പേഴ്സ് ഉണ്ട് അല്ലേ, 3 മറ്റ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി വോട്ടിംഗ് നടക്കുകയാണ് എന്ന് വിചാരിക്കുക. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ യെസ് എന്ന് പറയുന്നു, മറ്റ് 2 പേര് നോ എന്ന് പറഞ്ഞാലും ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ഒരാളുടെ പിന്തുണ കിട്ടിയാൽ മതി അല്ലേ. ഒരാളുടെ പിന്തുണ കിട്ടിയാൽ എന്താ സംഭവിക്കുക? ഒരു ടൈ ആയി. അതായത് 2 പേര് യെസ് എന്ന് പറഞ്ഞു, 2 പേര് നോ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിറ്റ്സിൻ്റെ ആക്ട് ഓഫ് 1784 പറയാണ്, ഇത്തരമൊരു ടൈ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു സാഹചര്യം പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ഒരു കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ഒരു വോട്ട് കൂടി ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ടൈ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ എക്സ്ട്രാ ഒരു വോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കാം. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ മെജോറിറ്റി സംബന്ധമായ പ്രശ്നം റിസോൾവ് ചെയ്യാൻ പിറ്റ്സിൻ്റെ ആക്റ്റിലൂടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മറ്റൊരു സംശയം തോന്നും, സർ ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ? അപ്പോൾ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കമ്പനിയുടെ ആളായ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണോ വേണ്ടത്? അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണോ വേണ്ടത്? ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളെ നിയമിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലേ? അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് നിയമിക്കുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ നയങ്ങൾക്ക് സപ്പോർട്ട് നൽകിയാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വീണ്ടും പരമാധികാരിയായി മാറില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും തോന്നാം. ഈ പ്രശ്നവും പിറ്റ്സിൻ്റെ ആക്റ്റിലൂടെ പരിഹരിക്കപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു മാനേജ്മെൻറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. ആ മാനേജ്മെൻറ്റ് ബോർഡിൻ്റെ പേര് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നായിരുന്നു. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ബ്രിട്ടനിലായിരുന്നു. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് മുകളിലായി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൂടി, മറ്റൊരു ബോഡിയെ കൂടി പിറ്റ്സിൻ്റെ ആക്റ്റിലൂടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിലവിൽ കൊണ്ടുവരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ബോർഡ് ഓഫ് കൺട്രോൾ. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോളിലൂടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ നിയന്ത്രിക്കും. ബോർഡ് ഓഫ് കൺട്രോളിലൂടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ നിയന്ത്രിക്കുമ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് സ്വാഭാവികമായും ആ നിയന്ത്രണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുകളിൽ ചെലുത്തും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ആ നിയന്ത്രണം ഗവർണർ ജനറൽ ഓഫ് ബംഗാളിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് കൺട്രോളിലൂടെ ആ നിയന്ത്രണം എവിടെ വരെ എത്തും? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വരെ എത്തും. അപ്പോൾ ഈ മെജോറിറ്റി എന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല. കാരണം അൾട്ടിമേറ്റ്ലി നിയന്ത്രണം എവിടെയാണ്? ബോർഡ് ഓഫ് കൺട്രോളിലാണ്. ഈ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഈ ബോർഡിൽ 6 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 6 അംഗങ്ങളും ബ്രിട്ടീഷ് പാർലമെന്റ് മെമ്പേഴ്സാണ്. അതായത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പോളിസിയാണ് യഥാർത്ഥത്തിൽ ബോർഡ് ഓഫ് കൺട്രോളിലൂടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിലേക്ക് എത്തുന്നത്. അപ്പോൾ പിന്നെ ഈ അംഗബലം കുറച്ചു എന്നുള്ളത് ഒരു പ്രശ്നമാകുമോ? ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ അതിൽ മെജോറിറ്റി സംബന്ധമായ ഒരു പ്രശ്നം വരുന്നു. മെജോറിറ്റി സംബന്ധമായ പ്രശ്നം ഡീൽ ചെയ്തപ്പോൾ സ്വാഭാവികമായും ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഒരു പരമാധികാരിയാകുമോ എന്നുള്ള സംശയമുണ്ട്. ആ സംശയം പരിഹരിക്കുക എന്ന് പറയുന്നത് എന്ത് ഇൻഫർമേഷനിലൂടെയാണ്? ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന പുതിയൊരു ബോഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ബോർഡ് ഓഫ് കൺട്രോളിലൂടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വിൽ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷ് പാർലമെന്റ്. ആൻഡ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ 6 മെമ്പേഴ്സിൽ 2 പേര്, 2 members, 2 പേര് ദേ ആർ മിനിസ്റ്റേഴ്സ് ഇൻ ബ്രിട്ടൻ. അതായത് ബ്രിട്ടീഷ് ക്യാബിനറ്റ് മെമ്പേഴ്സാണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് മറ്റംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ 6 മെമ്പേഴ്സിനോട് ചോദിച്ചാൽ മതി. കാരണം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് പാർലമെൻറ്റ് അംഗങ്ങളൊന്നുമല്ല. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിന് പുറത്തുള്ളൊരു മാനേജ്മെൻറ്റ് ബോർഡാണ്.
അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിനകത്തുള്ള അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിനകത്തുള്ളവരടങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ ദ ബോർഡ് ഓഫ് കൺട്രോൾ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇപ്പോൾ കമ്പനിക്ക് മുകളിൽ. ഒന്ന് ബോർഡ് ഓഫ് കൺട്രോൾ, ദ സെക്കൻഡ് വൺ ഇസ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ആൻഡ് ദിസ് ഇസ് ദ റീസൺ why do we say that a double government system was introduced by the Pitt's India Act of 1784. ഒരു ഇരട്ട ഭരണ സംവിധാനം, ഒരു ദ്വിഭരണ സംവിധാനം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ എന്ന് പറയുന്നതിനുള്ള കാരണം ഇതാണ്. അതായത് 2 ഭരണ കേന്ദ്രങ്ങൾ കമ്പനിക്ക് മുകളിൽ ഉണ്ടാവുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജ്മെന്റ് ബോർഡ് ബോർഡ് ഓഫ് കൺട്രോളിന് കീഴിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. സി, ബ്രിട്ടീഷ് പാർലമെന്റ്, under that you have court of, or under that you have the board of control, and ഈ ബോർഡ് ഓഫ് കൺട്രോളിന് കീഴിൽ യു ഹാവ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. എല്ലാ കാര്യങ്ങളിലും ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് കൺട്രോളിന് കീഴിലല്ല. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ ആൻഡ് ട്രേഡ് റിലേറ്റഡ് ഫങ്ഷൻസിൽ ദേ ഹാവ് ഓട്ടോണമി. അതായത് ഇപ്പോൾ നിലവിൽ കമ്പനിക്ക് എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളത്? ഒന്ന്, കമ്പനിക്ക് ഭരിക്കാനുള്ള അധികാരമുണ്ട്. 2, കമ്പനിക്ക് കച്ചവടം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ കച്ചവട സംബന്ധമായ അധികാരം എന്ന് പറയുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ് സൂപ്പർവൈസ് ചെയ്യുക. എന്നാൽ ഭരണ സംബന്ധമായ അധികാരം, അതായത് റവന്യൂ പിരിക്കുക, മിലിറ്ററി സംബന്ധമായ അധികാരം, സിവിൽ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായ അധികാരം, ഇതെല്ലാം ആരുടെ കീഴിൽ വരും? അതെല്ലാം ബോർഡ് ഓഫ് കൺട്രോളിന് കീഴിൽ വരും. പക്ഷെ മൊത്തത്തിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനേക്കാൾ അധികാരത്തിൽ മുകളിലാണ് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. Now there is something which is really important, is that, see, earlier East India Company Governor General of Bengalനെ അപ്പോയിന്റ് ചെയ്യും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുകളിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, അതിന് മുകളിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ടായിരുന്നു, അല്ലേ? പിന്നീടാണ് ബോർഡ് ഓഫ് കൺട്രോൾ വരുന്നത്. ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കീഴിൽ ബ്രിട്ടീഷ് പാർലമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. എന്നുള്ളത് കൊണ്ട് ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സിനെ ഏത് സമയത്ത് വേണമെങ്കിലും ബ്രിട്ടീഷ് പാർലമെന്റിന് തിരിച്ചു വിളിക്കാമായിരുന്നു. അതായത് റൈറ്റ് ടു റീകോൾ was there for the British Parliament to recall back the Executive Council members. Now it was extended to even the Governor General of Bengal. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിന് വേണമെങ്കിൽ ആരെയും തിരിച്ചു വിളിക്കാം, ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെയും തിരിച്ചു വിളിക്കാം. എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു റീകോൾ, തിരിച്ചു വിളിക്കാനുള്ള അവകാശം, റൈറ്റ് ടു റീകോൾ was extended to the Governor General of Bengal even, which means the British government was given the supreme control. The British Parliament was given the supreme control over the East India Company, including the Governor General of Bengal. സോ ഓരോ നിയമത്തിലൂടെയും കമ്പനിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക, കമ്പനിയെ കൂടുതൽ വരിഞ്ഞു മുറുക്കുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ചെയ്യുന്നത്. എല്ലാ കോണുകളിൽ നിന്നും കമ്പനിയെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാം ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ഫേവറബിൾ ആയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനമെടുത്തു. ഇല്ല, അവിടെയും ബ്രിട്ടീഷ് പാർലമെന്റ് എന്താ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് അനുകൂലമായി ഒരു തീരുമാനമെടുത്തു എന്ന് തോന്നിയാൽ പോലും ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട്. Why? Because the British Parliament is always trying to restrict the actions of the East India Company in India. And ഈ നിയമത്തിൽ വളരെ പ്രസക്തമായ മറ്റൊരു പ്രഖ്യാപനം കൂടി ഉണ്ടായി. അതായത് കമ്പനി നേടിയെടുത്തിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ടല്ലോ, കമ്പനി അധികാരം സ്ഥാപിച്ചിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ടല്ലോ, ഈ പ്രദേശങ്ങൾ കമ്പനിയുടെ പ്രദേശങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ദീസ് ആർ ദ ബ്രിട്ടീഷ് പൊസിഷൻസ് ഇൻ ഇന്ത്യ. മൈ ഗുഡ്നസ്. സോ ആദ്യമായി ഒരു നിയമത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പറയാണ്, കമ്പനിയാണ് ഈ പ്രദേശങ്ങൾ നേടിയെടുത്തതെങ്കിലും
ഈ പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളാണ്, ഞങ്ങളുടെ പ്രദേശമാണ്, കമ്പനിയുടെ മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ പ്രദേശമാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രദേശമാണ് എന്നുകൂടി നിയമത്തിൽ പരാമർശിക്കുന്നതോടുകൂടി വൺ തിങ് ഇസ് വെരി ക്ലിയർ ദാറ്റ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ് എക്സേർട്ടിംഗ് ഇറ്റ്സ് കൺട്രോൾ ഓവർ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. So this is what you need to understand regarding the Pitt's India Act of 1784. ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ, റെഗുലേറ്റിംഗ് ആക്ടിൽ വരുത്തിയ പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ശ്രമിച്ചത്. 4 എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നത് 3 കുറയ്ക്കുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ഒരു കാസ്റ്റിംഗ് വോട്ട് അധികാരം നൽകുന്നു. അതോടുകൂടി നയപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് സാധിക്കും. പക്ഷേ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ വീണ്ടും ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. നേരിട്ടാണോ? അല്ല. ബോർഡ് ഓഫ് കൺട്രോളിന് കീഴിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് കീഴിൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി തന്നെയാണ്. ആൻഡ് കമ്പനിക്ക് ഇപ്പോഴുള്ള അധികാരങ്ങൾ 2 തരത്തിലാണ്. ഒന്ന് ട്രേഡ് സംബന്ധമായ അധികാരം, മറ്റൊന്ന് ഭരണ സംബന്ധമായ അധികാരം. ഒരു ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം, അതായത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് കൺട്രോളും അടങ്ങുന്ന ഒരു ഡബിൾ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലൂടെ കച്ചവട സംബന്ധമായ അധികാരങ്ങളിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് ഓട്ടോണമി നൽകുകയും മറ്റ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ റവന്യൂ മാറ്റേഴ്സ്, മിലിറ്ററി മാറ്റേഴ്സ് സംബന്ധമായ പരമപ്രധാനമായ മേഖലകളിൽ ബോർഡ് ഓഫ് കൺട്രോള് അവരുടെ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡിസ്റ്റിങ്ക്യൂഷ്ഡ് കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ്. പൊളിറ്റിക്കൽ ഫങ്ഷൻസ് അണ്ടർ ബോർഡ് ഓഫ് കൺട്രോൾ. പൊളിറ്റിക്കൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിൽ, മിലിറ്ററി, റവന്യൂ മാറ്റേഴ്സ്. Commercial functions under court of directors. This system is what do you mean by the double government system? ഇന്ത്യയിലെ കമ്പനിയുടെ പ്രദേശങ്ങളെ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് നിയമത്തിൽ പരാമർശിക്കുന്നു. ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഉൾപ്പെടെയുള്ള മറ്റംഗങ്ങളെ എല്ലാം തിരിച്ചു വിളിക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് പാർലമെന്റ് നേടിയെടുക്കുന്നതിലൂടെ എല്ലാ തരത്തിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസിനെ നിയന്ത്രിക്കുക വഴി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ ശ്രമിക്കുന്നത്. ഐ ഹോപ്പ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ഇസ് ക്ലിയർ ഫോർ യു. ലെക്ചർ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ, ഈ ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് പ്രയോജനമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ലൈക്സിലൂടെയും കമൻറ്റിലൂടെയും മെൻഷൻ ചെയ്യുക. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്കുമായി കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ. ഗുഡ് ബൈ.